കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്മാർട്ട് സിറ്റി റോഡ് ഉദ്ഘാടനത്തിൽ കേന്ദ്രത്തെ അവഗണിച്ചതിനെതിരെ ബിജെപി കൗൺസിലർമാർ പ്രതിഷേധിച്ചു. തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം ഉദ്ഘാടന വേദിയായ മാനവീയ വീഥിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു. കേന്ദ്ര സർക്കാരിനെ അവഗണിച്ച മുഖ്യമന്ത്രിയും ടൂറിസം വകുപ്പ് മന്ത്രിയും മറുപടി പറയണമെന്ന് ബിജെപി പ്രതിപക്ഷ പാർട്ടി നേതാവ് എം.ആർ. ഗോപൻ പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിൽ നിന്നാണ് ബിജെപി കൗൺസിലർമാരുടെ പ്രതിഷേധം ആരംഭിച്ചത്. സ്മാർട്ട് സിറ്റി റോഡുകളുടെ ഉദ്ഘാടന വേദിയിലേക്കായിരുന്നു പ്രതിഷേധം. ഉദ്ഘാടന വേദിയായ മാനവീയം റോഡിന് സമീപത്തെത്തിയതോടെ പോലീസ് കൗൺസിലർമാരെ തടഞ്ഞു. പോലീസിന് മുന്നിൽ മുദ്രാവാക്യം മുഴക്കി കൗൺസിലർമാർ പ്രതിഷേധിച്ചു. പൂർണ്ണമായും കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിന്റെ പേര് പറയാതെ അവഗണിക്കുന്ന നടപടിയാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും സ്വീകരിക്കുന്നതെന്ന് ബിജെപി ആരോപിച്ചു. നടപടിയിൽ സർക്കാർ മറുപടി പറയാൻ തയ്യാറാകണമെന്നും ബിജെപി കൗൺസിലർമാർ പ്രതികരിച്ചു. നമ്മുടെ നാട്ടിൽ നല്ല കാര്യങ്ങൾ നടക്കുവാൻ കേന്ദ്രത്തിൻ്റെ സഹായം വേണം, കേന്ദ്രത്തിൻ്റെ ഫണ്ട് വേണം, കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ വേണം, ഒക്കെ വേണം. പക്ഷേ കേന്ദ്ര ആവിഷ്കൃത പദ്ധതി കൊണ്ട് മാത്രം നടപ്പിലാക്കുന്ന പദ്ധതികളിൽ പ്രധാനമന്ത്രിയുടെ ഇന്ന് ലോകാരാധ്യനായി മാറിയിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജിയുടെ പടം ഈ ഫോട്ടോയിൽ ഫ്ലക്സ് ബോർഡുകളിൽ ഉണ്ടാകണം. ഇന്ന് പത്രത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ചെലവിൽ പത്രങ്ങളിൽ ഫുൾ പേജ് പരസ്യം കൊടുത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വന്നിട്ടില്ല, ഫ്ലക്സ് ബോർഡുകളിലില്ല. എവിടെയും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് എന്ന് പോലും പറയാൻ മടിക്കുന്ന ഒരു പിണറായി സർക്കാരിൻ്റെ ഭരണത്തിന് എതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് നഗരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഇന്ന് മാർച്ച് നടത്തി. അതേസമയം കൗൺസിലർമാരുടെ സമരത്തെ പരിഹസിച്ച് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നു. കേന്ദ്ര സർക്കാർ നൽകിയ ഫണ്ട് ഔദാര്യം എന്ന നിലയിലാണ് ബിജെപി കൗൺസിലർമാർ സംസാരിക്കുന്നത് എന്നായിരുന്നു മന്ത്രിയുടെ പരിഹാസം. പദ്ധതിയിലെ ഭൂരിപക്ഷ ഫണ്ടും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കോർപ്പറേഷനുമാണ് ചെലവഴിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ നൽകിയെന്ന് പറയുന്ന ഫണ്ട് എന്തോ ഔദാര്യമായിട്ട് തന്നതുപോലെയാണ് ഇവിടെ ചിലർ പറയുന്നത്. അവരുടെ മനസ്സിൻ്റെ പ്രശ്നം. നമ്മൾ നികുതി പൈസ അടച്ചിട്ട് നമുക്ക് തിരിച്ചു വരുന്ന പണം അത് ആരുടെയെങ്കിലും അവരുടെ ഭാഷയെ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് കടന്ന് പറയേണ്ടി വരും. ഇപ്പോൾ പലപ്പോഴും അത് ശ്രദ്ധിച്ചിട്ടാണ് പറയുന്നത്. ആരുടെയെങ്കിലും അത് നമ്മൾ പറയണമെന്നുള്ളത്. എന്തായാലും അങ്ങനെ കിട്ടിയ ഫണ്ടല്ലല്ലോ. നമ്മളെ നാട്ടിലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിനും അർഹതപ്പെട്ട ഫണ്ടാണ്. അങ്ങനെ ലഭിച്ച ഫണ്ടും ഉണ്ട്, സംസ്ഥാനത്തിന്റെ ഫണ്ട് ഭൂരിപക്ഷമായ ഫണ്ടും ഉണ്ട്, കോർപ്പറേഷന്റെ ഫണ്ട് ഉണ്ട്. അതിന്റെ കണക്കൊക്കെ വ്യക്തമല്ല, എല്ലാവർക്കും പരിശോധിച്ചാൽ കാണാമല്ലോ. സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കുമെന്ന് ബിജെപി കൗൺസിലർമാർ അറിയിച്ചു. വരുന്ന നഗരസഭാ കൗൺസിലിൽ വിഷയം ഉന്നയിക്കുമെന്നും എം.ആർ. ഗോപൻ പ്രതികരിച്ചു. ജനം, തിരുവനന്തപുരം.